ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല തണുത്ത ഭാഗാട്ടോ, നല്ല നട്ടുച്ചക്കാണ് വീഡിയോ എടുക്കുന്നത്. അതെ. പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളാണ്. അതെ, ഇന്ന് ഏപ്രിൽ ഫൂളാണല്ലേ. ഏപ്രിൽ 1 തീയതി നിങ്ങളെ പറ്റിക്കാനൊന്നും പറ്റൂല. അതിനുള്ള ഏപ്രിൽ 1 അറിഞ്ഞാണ് പിന്നെ പറ്റിക്കാൻ പറ്റില്ല. ആർക്കും അറിയണോണ്ട്. പക്ഷെ ഇന്നെ ഫൂളാക്കിയ കുറച്ച് കഥകളുണ്ട്, വേണേ കേട്ടോ. ഭയങ്കര രസമുള്ള കഥയാണ്. മാളൊരു ശരിക്കും ഒരു ഏപ്രിൽ ഫൂളിന് ഞാൻ ശരിക്കും ഫൂളാക്കി. അതിന്റെ കഥ കേൾക്കേണ്ടത് തന്നെയാണ് അല്ലേ. ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞങ്ങളെ പെരുന്നാളിന്റെ വിശേഷങ്ങളും ഒക്കെ കൂടി പങ്കുവെക്കാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ആദ്യമായിട്ട് വേറൊരു കാര്യം കൂടി പറയണ്ടേ, ഈ ഏപ്രിൽ 1 തീയതി ഒരുപാട് ചിരിച്ച ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ ശരിക്കും ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു വിഷമമുള്ള കരച്ചില്, ഞെട്ടിക്കുന്ന നമ്മളിന്ന് ഒരാൾ വേർപെട്ട് പോയി പെട്ടെന്ന് ഒരു മരണം സംഭവിച്ച ഒരു ദിവസമാണ്. അതേപോലെ ഏപ്രിൽ ദിവസമാണ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ടൊന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച് വീഡിയോയിൽ വന്നതാണ് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. ഏപ്രിൽ ഫൂളിന്റെ വിശേഷങ്ങളാണ്. അതെ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏപ്രിൽ 1 തീയതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള ഒരു സംഭവം ഉണ്ടായ മാസമാണ്. അതുപോലെ തന്നെ ആ ദിവസത്തിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ മാളുവിനെ ഫൂളാക്കിയിട്ടുണ്ട്. കാരണം പറഞ്ഞുതരാം വരെ. ഇതേ ഒരു ഏപ്രിൽ 1 തീയതി അല്ലേ, എന്താണ്ടായി പറ്റൂല. എന്താണ്ടായി, ഇന്നെ പറ്റിച്ച് ഭൂലോകം ഫൂളാക്കല്. എത്ര വർഷമായി കാണും? വർഷം 10-12 വർഷം. മോനുവിനെ വയറ്റിലുള്ള ടൈമിലാണ് 12 വർഷമായി കാണും. ഒന്നുമല്ല, എനിക്ക് തോന്നി മാളവിനൊന്ന് ഫൂളാക്കണമെന്ന്. ഞാൻ ഓട്ടോറിക്ഷ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മള് അപ്രതീക്ഷിതമായി സംഭവിക്കണോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എത്ര പോലെ പ്രാങ്ക് വീഡിയോ ആണ് കഴിഞ്ഞു പോകാറിയോ. എൻ്റെ കയ്യിലേ അന്ന് എൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ ഉണ്ട്, ടാക്സി ഓടാൻ. അപ്പോൾ ഈ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് ഇടക്ക് വരും. വീട്ടിലേക്ക് ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കട്ടാ, സ്വന്തം വീടല്ല. അപ്പോൾ വാടകയ്ക്ക് നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് ഇതുപോലെ തന്നെ എനിക്ക് തോന്നി ഇവളൊന്ന് പറ്റിക്കണം, എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ആള്. അപ്പം ഞാൻ നേരെ വന്നിട്ട് മാളുവിനെ മൂത്ത ആങ്ങളുടെ കുഞ്ഞുട്ടി എന്ന് വിളിക്കും, മുഹമ്മദ് അലി എന്നാണ് പേര്. അപ്പോൾ ഞാൻ നേരെ എന്നിട്ട് പറഞ്ഞു, മാളോ കുഞ്ഞുട്ടിനെ കാണാനില്ലല്ലോ തന്നെ, എങ്ങനെ നാട് മൊത്തം തിരഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് തെരഞ്ഞേ. എന്നിട്ട് ഇമ്മ പിന്നെ എന്റെ ഫോണൊക്കെ വിളിച്ചായിട്ട് ഇപ്പൊ ഇമ്മ എന്റെ ഫോണൊക്കെ വിളിച്ചിരുന്നേ, ഓനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. പക്ഷെ ഫോൺ എടുക്കണില്ലല്ലോ. അതെ, ആ വീട്ടിലൊരു കഥയാണ്, ഒരു മനസ്സമാധാനം. ഞാൻ രാവിലെ കടി ഉണ്ടാക്കണ ചായക്ക് ഇവിടെ ചട്ടകം അവിടെ വെച്ച് നമ്മളെ ആങ്ങളാര് പോയി ചോരക്ക് എന്തെങ്കിലും പറ്റി, ചോരക്ക് ഭയങ്കര ടെൻഷനാവും. ആകെ ഞാൻ എനിക്ക് എന്റെ കൂടെ കഴിഞ്ഞു വിളിച്ചിട്ട് എടുക്കണേ. അപ്പൊ എനിക്ക് ഞാൻ കാട് കയറി ചിന്തിച്ച് ഒന്ന് അപകടം പറ്റിയ, അല്ലെങ്കിൽ എവിടെയും മോൻ പോയി കുടുങ്ങിയ, ലോങ്ങ വണ്ടിയിട്ടൊക്കെ പോകണോ, എവിടെയും പോയി കുടുങ്ങിയ, പല ചിന്തകളുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫോൺ എടുത്ത് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞേ വെറുതെ വിളിക്കണ്ട, ആളെടുക്കൂല. വെറുതെ വിളിച്ച അല്ല, ഇജൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല എന്നോട്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞേ വിട്ട് കുടിച്ച് ക്യാമറ വിളിച്ചു. ഹലോ, ഞാൻ പറഞ്ഞേ ഹലോ ഇജി എവിടെടാന്ന് വെച്ച്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇജി എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ ഇവിടെ പാടത്ത് വണ്ടി വെക്കണ്. ഇജ് വെറുതെ എന്നോട് പൊള്ളു വരണ്ടട്ടാ, ഇമ്മടന്ന് നൊരുവിളിച്ചാണ് വിളിച്ചിട്ടുണ്ട്. ഇജ് എന്തിനാണ് ഉമ്മാനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണത്? മര്യാദക്ക് പെരീക്ക് വെക്കോ, എനിക്കെന്താ ഫോൺ എടുത്തൂടെ വിളിച്ചാല്. ഇജ് എന്തിനു കണ്ടാ നല്ല നമ്മള് അനിയന്മാരെങ്ങനെ ചീത്തറേ, എനിക്കെന്താ മാളോ വട്ടായ, എനിക്കെന്ത് വട്ടായതോ, മര്യാദക്ക് ഫോൺ വെച്ച് പോയിക്ക, എനിക്ക് തീരെ അന്തല്ല. നേരം മലത്തേക്ക് പിരാന്തുറപ്പിച്ചിറങ്ങിക്കണ. ഞാൻ എന്താ ഇവിടെ വണ്ടി വെക്കണേ, ഞാൻ ഇപ്പൊ ഉമ്മാൻ്റെ നിന്ന് പോന്നിട്ടുള്ളൂ. ഇജ് എന്ത് വർത്താനാ പറഞ്ഞു? ഇജ് എന്നോട് പൊള്ളു പറഞ്ഞിട്ടോ കുഞ്ഞുട്ടിയെ, ഇജ് വെറുതെ അതിന് നിക്കണ്ട. ഞാൻ പറയാൻ ബാക്കി. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കണേ, ഞാൻ ആട് തിരിഞ്ഞു നിന്നാണ് വർത്താനം പറഞ്ഞത്. അടുപ്പത്തേക്ക് ദോശ ചുടണുണ്ട്, ഈ സംസാരിക്കുന്നുണ്ട്. ഇത് ബാക്കിൽ നിന്ന് പള്ള പൊത്തി ചിരിച്ച് ആള് ബുഗാനേക്കണ്. പിന്നെ ഞാനുണ്ട് തിരിഞ്ഞതും ആള് ഒരൊറ്റ ഓട്ടം കൊലയുമൊക്കെ. എനിക്ക് പിന്നെ സംസാരിക്കാനും ഒന്നിനും ആ അവസ്ഥയിൽ കൊലയോടി അവിടെ ചെന്നിട്ട് ഞാൻ എന്തെല്ലാം കാട്ടി നിനക്ക് ഉറപ്പില്ല. പോറാടി അടിച്ചടിച്ച് റോട്ടുമ്പോഴൊക്കെ ആൾക്കാർ നോക്ക്, ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ തല്ലണം. എന്താ വെച്ചാൽ
നമ്മ എന്ത് പറ്റിക്കല അത് ശരിക്കും രംഗങ്ങൾ കാണാം. അടിപൊളി രംഗം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫുള്ളാക്കല് പിന്നെ ഞാനും ഭാവം ചെറിയ പെരുഞ്ചെറി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോവാണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോള് ഒരു ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 1-ാം തീയതി അതിരമട വെച്ചിട്ട് അതിരമടക്കെന്ന് ഞങ്ങള് ഈ ഇഷ്ടംപോലെ നാവൽമ്പ ഉണ്ട്. അപ്പൊ അത് പെറുക്കാണ്. എന്റെ അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് എന്റെ കുടുംബത്തില് കല്യാണത്തിന് പോയി വന്നപ്പോ ഞങ്ങള് വലിയലേങ്ക വീണിക്കണ്, കബറളക്കണ അവിടുന്ന് വീണിക്കണ്, നെഞ്ഞുവേനയിക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണ എന്നെ വിളിച്ച് ആ ചെറിയ അതോടെ കരച്ചിലായി മാറി. ഇന്നത്തെ ദിവസം ഞങ്ങൾ അത് ഓർക്കും. എല്ലാ ഏപ്രിൽ 1-ാം തീയതി ആ ദിവസം ഞങ്ങൾ ഓർക്കും. അതിൽ മിംസ് ചെന്ന് നോക്കുമ്പോ പിന്നെ അറ്റാരിവാദത്തിന്റെ ആ ഭാഗത്താണ് ചെന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളവിടെ വീട്ടിൽ ഇറക്കിയിട്ട് ഭാവിയും കുഞ്ഞിപ്പയും പോയി. കുഞ്ഞിപ്പിന്റെ മുമ്പ് പോയിക്കണേ. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്റെ കുഞ്ഞിപ്പ എന്റെ അനിയനെ അവിടുന്ന് ഉള്ളുന്നിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ പോണ്ട മരിച്ചിക്കണെന്ന് പറഞ്ഞു. അപ്പോ ആകെ അത്രക്കും ചിരിച്ചു കൂട്ടിക്കണം. കുറച്ചൊന്നല്ല, ഉപ്പാന്റെ സ്ഥാനത്തുള്ള ആളെ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങളത് ആലോചിക്കാത്ത വർഷങ്ങൾ ഉണ്ടാവൂല. അപ്പൊ അദ്ദേഹത്തിന്റെ മയഫ്രത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെയും പോയിന്ന് കബറങ്ങളെല്ലാം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. നല്ല എന്താ പറയാ, ഇവർക്ക് അല്ലെങ്കിലും എനിക്ക് വിളിച്ചിട്ടും ഭയങ്കര രസമുള്ള ഒരു അളിയനുണ്ട്. കാരണം ഉപ്പൊക്കെ ഞങ്ങൾ എൻ്റെ ഒരു 3 വയസ്സിൽ മരിച്ചിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുനടന്നിരുന്ന ആളാണ്. അപ്പോൾ ഉപ്പാന്റെ സ്ഥാനം. അപ്പോൾ ഈ ഏപ്രിൽ 1-ാം തീയതി ആ തമാശന്റെ പുറമെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടായി. അപ്പോൾ അന്നത്തെ മാളുവൻ ആ ഫീൽ എന്താണ് അന്നത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതവിടെ ഇറക്കി വെച്ചത് കൊണ്ടുവരട്ടാ. പക്ഷേ ഏപ്രിൽ 1-ാം തീയതി അല്ലെങ്കിലും അതിന് ശേഷം ഞാൻ ഫുള്ളാക്കിലാക്കിയിട്ടാണ്. ഞങ്ങൾ കൽപ്പക ഹോട്ടലിൽ നിന്ന് ഇടക്ക് നല്ല ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, പോയിങ്ങാണ്ട് അവിടുന്ന് പൊറാട്ടയും പിന്നെ ബട്ടർ ചിക്കനും വാങ്ങും. എന്താ സംഭവം അറിയാം, ഇത് പറ്റിക്കുമ്പോതാ ഒരിക്കലും നമുക്ക് മനസ്സിലാവൂല ഇത് പറ്റിക്കേടുന്നല്ല ഇതിന്റെ മുഖം. ഞാൻ ചെറിയ അടിച്ചിട്ടുണ്ട് കൊഴിച്ചു. ഞാൻ എന്നിട്ട് ഇത് ഭർത്താവായി പോയി ഞാൻ. അപ്പോ ഇതിന്റെ ഈ ക്യാഷിന്റെ ഫ്രണ്ടേജിൽ തന്നെ ഒരു ബെഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ, ഫുഡ് വരുന്നവരെ ഈ പാർസലിനൊക്കെ ചെല്ലുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടാ. അപ്പൊ അവിടെ 2 സുന്ദര കുട്ടപ്പന്മാർ 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടാ. നല്ല വെളുത്തിട്ടല്ല നല്ല കുട്ടന്മാർ 2 ആള്. അപ്പൊ മുഹമ്മദ് ബസ്സിലൊക്കെ പോയി ഡ്രൈവറാണ്, ബാപ്പു എന്ന് വിളിക്കും. അപ്പൊ അവരെ വീടുമായിട്ട് മാളുവിന് നല്ല ബന്ധമാണ്. അവരെ വീട്ടുകാർ അവരെ എല്ലാവരായിട്ടും ഇവരെ തറവാടായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഞാൻ നേരെ അടുത്തേക്ക് പറഞ്ഞ ഇവളോട്, പക്ഷെ ഞാൻ ആ കുട്ടീനെ കൗന്ന് കിടക്കണമെന്ന് കണ്ടാട്ടോ. സത്യത്തിൽ മോന്റെ കട്ടുണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ കുട്ടീനെ കുഞ്ഞായെന്ന് കണ്ട ഞാൻ വലുതതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് അറിയങ്ങളെ, ഞാൻ ഇവളോട് പറഞ്ഞു, അല്ല നമ്മളെ മുഹമ്മദ് ബാപ്പുവിന്റെ മോനെ ഓരൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ മഹമ്മദിന്റെ കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ മലപ്പുറത്ത് മുഹമ്മദ് മഹമ്മദ് നമ്മളെ മഹമ്മദിന്റെ കുട്ടിയല്ലേ അത്. ഞാൻ പറഞ്ഞു എന്റെ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നാണ്. പിന്നെ തന്നെ എത്ര വലിപ്പയിക്കണ വലിയ ചെക്കനായില്ലേ. ഞാൻ ആ കൗന്ന് എടുക്കണെന്ന് കണ്ടതാണ്. അപ്പൊ ഭാവം ഇന്നും ഒരു ഭാവമാറ്റില്ല മുഖത്തിട്ട്. അതേ ഞാൻ ഓർഡർ ചെയ്യാൻ വന്നാണ്. ഓണ് നമ്മളെ മൈക്ക് വെയിറ്റ് ചെയ്യിക്കാറല്ലേ എന്നാണ്. എന്നിട്ട് ഞാൻ ആ ചെക്കൻ ഞാൻ എടുത്തിട്ട് എടാ അന്ന് ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടോ. എടാ എനിക്ക് തന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട കൊന്നു എടുക്കണേ. ഇജ് മഹമ്മദിന്റെ മോനാണ്. എനിക്ക് പിന്നെ നിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് ചെറിയ നിൽക്കാൻ പറ്റില്ല. ബാഗിൽ നിന്ന് ചിരിച്ചാണ്. ലാസ്റ്റ് ആ കടയിൽ നിന്ന് തെറ്റി ഞാന്. പിന്നെ ഈ വീട്ടിലെത്തോളം ഞാൻ നിങ്ങളായിട്ട് ഒരു വന്ന് നടക്കും. ഞങ്ങളപ്പോ പോരൂല്ല. ഞാൻ പിന്നെ സംസാരിച്ചിട്ടില്ല. ഞങ്ങള് തെറ്റി പിരിഞ്ഞ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നപ്പോ ഇങ്ങനെ ഒരാളെ ബാക്കിലില്ല. കാരണം ഒരു ബന്ധമില്ലാത്ത ആ തലക്ക് നീങ്ങിയിരുന്നേ. ഞാൻ ബ്രേക്ക് 2 ചവിട്ടോട്ടി. ബ്രേക്ക് 2 ചവിട്ടേക്ക് പൂച്ചിട്ട് വന്നേ. അപ്പൊ നിങ്ങൾ കോട്ടണ ചോദിച്ചു. ഇതൊക്കെ വെറുതെ പറയട്ടാ, പ്ലേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഈ ഏപ്രിൽ പൂൾ ആയതുകൊണ്ടുള്ള കുറച്ച് ഓർമ്മകളാണ് കേട്ടാ. ഇഷ്ടം ഇനിയും ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇന്നെ പറ്റിക്കൽ ഇനിയും ബാക്കി ആയുസ് ഉണ്ടെങ്കിൽ ഇനിയും ഇന്നെ പറ്റിക്കൽ ഞാൻ പറ്റിക്കാൻ എന്തൊരു പറ്റിക്കലാണ്. ഞാനാണെന്ന് എല്ലാ പറ്റിക്കലും പോയിടും ചെയ്തു. ഞാൻ ശരിക്കും പൊട്ടത്തിയാണ്. അല്ല, ശുദ്ധമായ മനസ്സാണ്. ശുദ്ധമായ മനസ്സിലൂടെ പറ്റിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. പറ്റിക്കാൻ പറ്റുള്ളൂ നമ്മളെ മനസ്സതുകൊണ്ട്. അങ്ങനെ അല്ലേ? നിങ്ങളെ പറ്റിക്കാൻ ഭാവന പറ്റിക്കാൻ പറ്റൂല. അപ്പോ അതൊക്കെ എന്താ എപ്പോഴും ഈ മുണ്ടിട്ടിക്കണേ പറയണ്ടട്ടാ. എനിക്ക് ഈ മുണ്ട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ മുണ്ടിട്ടിക്കണേ. ഈ പെരുന്നാൾ 2ാം പെരുന്നാളായി അപ്പോഴും ഞാൻ ഈ മുണ്ടിട്ടിക്കണത്. എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് കേട്ടാ. ആ മാക്സി ഞാൻ അയച്ചെടുക്കണേ. വേറെ മാക്സി എടുക്കണേ. ഏതാ ഇപ്പൊ ഇങ്ങനെ പോകാൻ കരിനീല മാക്സി എനിക്ക് ഇഷ്ടമാണ്. എന്റെ അമ്മക്കും അതേ ഇഷ്ടം.
അപ്പം ഞങ്ങളിവിടെ ഒക്കെ ഇങ്ങനെ നിന്നാണ്ട് ഏതായാലും പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും പേര് കുഞ്ഞിപ്പി കുഞ്ഞുമോളൊക്കെ വിരുന്ന് പോയിട്ടാ. ചെറിയൊക്കെ പോയി. കുഞ്ഞുമോള് പൊന്മണ്ടത്താണ് ഓളെ വീട്. ഓള് പോയി. പിന്നെ പെരിയിൽ എല്ലാവരും ഉണ്ട്. ഓലൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് പോവാ. ഞാൻ നേരം വെളുത്തപ്പം മുതൽ തിരക്കാണ്. എവിടേക്കും പോവാ. ഞാൻ ഇങ്ങനെ സോപ്പിട്ട് കൊണ്ടുപോകണ്. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ വെയിലാറട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ റെഡിയായി കൊണ്ടുപോകണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാലും എവിടേക്കും പോകണം. ഇനി ബസ്സിലായാലും വേണ്ടില്ല, ട്രെയിനിലായാലും വേണ്ടില്ല. വണ്ടി ഇല്ലാത്ത നമ്മള് പോയില്ല, വണ്ടി ഇല്ലാത്തവര് പോണില്ല. അതേമാതിരിക്ക് പോണം. ബസ്സിനായാലും വണ്ടിയില്ല, ട്രെയിനിനായാലും വണ്ടിയില്ല. ഇൻഷാള്ള പറഞ്ഞ നീളണേ. ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് ചോറ് ഫുള്ള് ഫ്രിഡ്ജിലിട്ടുണ്ട്. അപ്പൊ അത് തിളപ്പിക്കാണ്ട് ഞാൻ അങ്ങനെ ചാമ്പൊക്കെ കറുത്ത് ഇങ്ങനെ തിന്ന് ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഉലാത്ത് നല്ല സുഖമാണ് ഇതിന്റെ ചോട്ട് വന്നിട്ടാണ്. ഇതേപോലുള്ള അനുഭവങ്ങൾ ആർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. ഇതേപോലെ ഫുള്ളാക്കിയത് ഏപ്രിൽ ഫുള്ളാണിത്. പിന്നെ എന്നെ പറ്റിക്കുന്ന ഓരോ സംഭവങ്ങൾ കൊടുന്ന് വെച്ചുകാണ്ടൊക്കെ എന്നെ പറ്റിക്കും. നമ്മള് മുമ്പ് പറഞ്ഞു ഇന്നലെ ഇപ്പൊ എന്തോ ഇന്നലെ രാത്രി ഫുഡൊക്കെ എടുത്തേക്കാതെ പോയതേന്ന്. ഫുഡ് നിങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് ബാവ പോന്നിട്ടുണ്ടെങ്കില. അപ്പൊ ഫുഡൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രി എടുത്ത് വെച്ചാണ്ടിട്ട് ഞാൻ നേരം വിളിയാണ്. അപ്പൊ ഇതിന് എന്നോട് പറഞ്ഞു ഞാൻ വന്നേക്ക് 11 മണി കഴിഞ്ഞ് വന്നപ്പോൾ മാളോ ഇറച്ചി കേടെന്നടി. എന്താണ് ഞാൻ നോക്കിയപ്പോൾ തന്നെ കേടെന്നാണ്. ഇത് എടുത്തേക്കാൻ മറന്നു പോയിട്ടില്ല. ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ നിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പാൻ്റെ അടുത്തുനിന്ന്. പക്ഷെ ഇന്നലെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ. ഇല്ല ഞാൻ പറയാപ്പ തന്നെ പറഞ്ഞു നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ അതിനെല്ലാം വെച്ച് കാണാനല്ല പോണത്. അപ്പടെ ക്ലീൻ അടുക്കളൊക്കെ സൂപ്പർ ആക്കിയിട്ടിരിക്കണ. ആ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കണം. ഞാനത് പ്രതീക്ഷിച്ചാണ് ഞാൻ കയറിക്കണ. ഇന്നലെ പറ്റിക്കാൻ പറ്റില്ല. അല്ലല്ല അങ്ങനെയൊന്നല്ല. നിങ്ങള് ഭക്ഷണം കഴിഞ്ഞാല് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ അത് തിന്ന മുന്നേ എടുത്തോക്കുമ്പോ അത് ചൂടാക്കി തിന്നേണ്ട ആവശ്യം വേണ്ട. അപ്പൊ ഈ തിന്ന് കഴിഞ്ഞിട്ട് എടുത്തോക്കുമ്പോ കുഴപ്പമില്ല. ബാബ എടുത്തോക്കുന്ന പ്രതീക്ഷ ഉണ്ടാവും. ഉടനെ ഇട്ട് പോയത് അല്ലെങ്കിൽ എടുത്തോക്കൂലേ. നമ്മൾ ചെയ്യുന്ന പ്രതീക്ഷിക്കണോണ്ടാണ് നമ്മൾ ഇട്ട് പോകുന്നത്. ഈ ആളിത് ചെയ്യും എന്നുള്ള പ്രതീക്ഷ കൊണ്ട്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും അതിനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിട്ടേ പോവുള്ളൂ. നമുക്ക് ഒരാളുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമ്പോഴല്ലേ നമ്മളങ്ങനെ ചെയ്യാ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഇല്ലേ എന്നാ പിന്നെ ഇയാള് ഒന്നിനും പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിക്കൂല. ഒരു പാത്രം എടുത്ത് മോറൂല. ആക്കെ എടുത്ത് വെച്ച് പോവാ. വല്ലയും അവിടെ കൊടുക്കും വരുന്നു. ഞാൻ വരുവോളവിടെ ഇടും എനിക്കും വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിക്കാണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ശിക്ക അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ട് ചെയ്ത് കാര്യം അൽഹംദുലില്ലാ എന്റെ പാത്രം കൂടി കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളുടെ സുന്ദരമായ മിനി ഊട്ടിയിൽ ഇതാ നിൽക്കുന്ന മരച്ചുവണ്ടി വീട്ടിൽ നല്ല സുഖമായിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങളെ വിശേഷങ്ങളോ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ്. അപ്പോൾ നമ്മളെ ചാമ്പക്കന്മാരത് അവിടെ. അപ്പം നമ്മുടെ സപ്പോർട്ട് മരുന്ന് ടോട്ടലി കാര്യമാണെങ്കിലും മാള് വെറുതെ അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു സപ്പോർട്ട് കിട്ടി. ഇപ്പം അർത്ഥേ ഉള്ളൂ കേട്ടോ. അറക്കണെടുക്കാൻ പറ്റില്ല, മറന്ന്. എങ്ങനെയുണ്ട് അപ്പൊ അറുത്ത് ഇങ്ങനെ കിട്ടലില്ല. തന്നെ പൊത്ത് എങ്ങനെയുണ്ട്. അത് അപൂർവമായിട്ട് അങ്ങനെ കിട്ടലുള്ളൂ അല്ലേ. ചെത്തിക്കാണ് തിന്നപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ആവണുള്ളൂ. പക്ഷെ ഒരുപാട് മുട്ട കെട്ടിട്ട് ഞാൻ കാണിച്ചു തരട്ടാ. ഇതുപോലെ ഒരുപാട് മുട്ട കെട്ട് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ തരണ്ടേട്ടോ. അങ്ങനെ വന്ന് പറഞ്ഞാൽ മതി. നമ്മള് കടയിൽ നിന്ന് കൊണ്ടുവന്ന സപ്പോർട്ടല്ലേ ശരിക്കും ഇതിന്റെ ഒറിജിനൽ കളർ ഇതാണ്. കടയിൽ നിന്ന് കൊണ്ടുവന്ന സപ്പോർട്ട് എങ്ങനെ ചെത്തുമ്പോൾ ഈ കളറാണ് കയറാം. എന്താ വെച്ചാൽ മൂക്കാതെ അറുത്ത് പോപ്പിച്ച് വരുന്നതാണ്. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പുതിയ വീട് വെക്കണമല്ലാത്തൊരു ഇതിന്റെ ഒരു മരം കുഴിച്ചിട്ടാൽ മതി. പൂതിയായിട്ട് തിന്നാം. അത് ഒട്ട് കൊടുന്ന് കുഴിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ അത് ചൂടെടുത്തിട്ടാണ്. അപ്പോ ഇന്ന് പെരുന്നാളായിട്ടേ എല്ലാരും പോയി. ഞങ്ങൾ ഒടുക്കും പോയിട്ടില്ല. നിങ്ങൾ ശരിക്കും വീട്ടിൽ തന്നെ ഞങ്ങളെ മിനി ഊട്ടിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ മിനി ഊട്ടി ഇതാണ് അല്ലേ. പക്ഷെ ഇതുപോലത്തെ ഒരു പെരുന്നാൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അതെ അത് എന്താ വെച്ചാൽ ഒന്നാമെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഇവിടെ നിന്ന് പെട്ടെന്നായിട്ട് റോട്ടിലേക്ക് പോകാൻ പറ്റൂല. എന്തെങ്കിലും ഒന്നുകിൽ ടാക്സി വിളിക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് വണ്ടി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിയൂല. പിന്നെ പൊതുവേ ഇപ്പോൾ വണ്ടികളൊക്കെ ടൈറ്റാണല്ലോ, ബസ്സുകൾ കുറവ്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ മാളും ഇങ്ങനെ പറയണേ നമുക്ക് അസുഖങ്ങളും വേറെല്ലൊന്നും ഇല്ലല്ലോ. വണ്ടിയിട്ട് എവിടേക്കും പോയില്ലെങ്കിലും അൽഹംദുലില്ലാ ഹൈറാണല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും അല്ലേ അത് കുഴപ്പമില്ല. എനിക്ക് ചെറുത് മതി. ഈ മോനെ
പാൽ മിന്നേ ഇല്ല ഇപ്പാക്ക് വലുത്. അപ്പൊ സപ്പോർട്ട് ചെയ്ത കുട്ടിമാണിക്കുള്ള കഷ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു കഷ്ണം കിട്ടിയതാട്ടോ. പൊന്നു തിരക്കൂടി ഇങ്ങോട്ട് തോന്നാൻ സപ്പോർട്ട് ഒരു എത്ര കഷ്ണം ആക്കല്ലേ. എന്നിട്ട് തന്നെ പൊന്നു നിങ്ങൾ ഇപ്പാക്ക് വലുത് കൊടുത്തില്ലായിരുന്നു, തിരക്കുണ്ടാക്കില്ല. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്ത് തൊള്ളിയിൽ ഒരു കഷ്ണം തുപ്പി. നമുക്ക് സന്തോഷമായില്ലേ. നമ്മളെ വയറ്റിക്ക് ഇറങ്ങി പോയിട്ടില്ലല്ലോ. പെരും മധുരം. ഇത് ഒന്ന് കിട്ടുമ്പോ നല്ല രസം എല്ലാം കൂടി കിട്ടുമ്പോ അതല്ലേ മിഞ്ഞാ നമ്മൾ അർത്ഥിച്ചു കൊടുത്ത് അതിലില്ലേ അടുത്തൊരു അയക്കണം നോക്കാം. നോക്കാം. ഒരു 3 അർത്ഥം ഉണ്ട് മൂക്കാത്താണ്, എന്നാലും അയക്കണം പോയി നോക്കാം. പെരുന്നാളായിട്ട് കുട്ടികളെ കൂടി മുതൽ കൊറേ കുറഞ്ഞിട്ടുണ്ട്. വിരുന്നേരൊക്കെ ഫുള്ള് ഇത് നിറയേണ്ട്. ഇത് കുഞ്ഞു മരല്ല, നിറയെ കായ്ച്ചിട്ടാ. ഇതണ്ട ചോപ്പത് അരിമോൻ ഉറക്കല്ലടാ. ആയിക്കോട്ടെ. എന്താ ഇത് ഒന്നും കൂടി നല്ല ചോക്കാണ്ട്. ചോപ്പ് നിലത്തുള്ള എടുത്തടാ. അതാക്കണേ ചോട്ട് വീണെടുക്കണ. അതാക്കണേ ചോപ്പ് ഇതണ്ട ഇങ്ങനെ ചോപ്പ് കളറാവും. ഇവനെ ഇവിടെ വെക്കായക്കണില്ല. കൂടി അപ്പൊ ഇത് ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുമ്പോ ഭയങ്കര സത്യാണ്. നമ്മളോടുണ്ട് ചിലര് വിചാരിക്കും ഇപ്പൊ ഇത്ര വലിയ സംഭവമാണ് ചാമ്പക്ക. ഞങ്ങൾക്കിത് വലിയ സംഭവമാട്ടാ. നമുക്കൊന്നും ഇല്ലാത്ത ഭയങ്കര സന്തോഷമുള്ള നമ്മളെ ഒന്നുമില്ലാത്ത കോറി മുറ്റത്ത് കോറിയിട്ടുണ്ടാക്കിയ മുറ്റത്ത് അതെ കല്ലുപെട്ടി താത്തി ശൂന്യമായ സ്ഥലത്ത് വീട് വെച്ച് ഈ മരങ്ങൾ ഇതൊക്കെ ഇവിടെ പച്ചപ്പ് നമ്മളെ മുറ്റത്ത് അടുത്ത് തിന്നുമ്പോ രസമുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വലിയ സംഭവം. അതിപ്പോ എന്താ ചാമ്പക്കെന്ന് പറയും. പക്ഷെ നമ്മക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അറിയില്ല. അതൊക്കെ നമ്മ മുറ്റത്തുണ്ടായാലും ഇത് പിന്നെ ആവശ്യത്തിലേറെ നമുക്ക് മടുക്കൂട്ടാ. കൊടുക്കൂല. ആ മാങ്ങ ഒന്ന് പോത്തിട്ടാണ് വേണ്ടിയില്ല. ഞങ്ങൾ എണ്ണി വെച്ചാണ് 15 മാങ്ങ ഉണ്ട്. അതിൽ കറ ഉറിയാണ് വീണാ പിന്നെ കുറഞ്ഞു പോയില്ലേ. നിങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യണം. ഞങ്ങൾ കൊടുന്നതിൻ്റെ കേട്ടോ. അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാമ്പൊക്കെ നല്ല ഉണ്ടായിട്ട് കുറച്ചും കൊണ്ടായിട്ട് എല്ലാവരും കൊടുക്കാണ്ട് കുറച്ചുണ്ടായ കൊടുക്കാലോ കേട്ടാ. അതിന്റെ ഉള്ളിലിതാ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. പൊട്ടുകണ അറിയില്ല, വലുതാണ്. അത് പറക്കാം. പക്ഷെ വികല് താഴത്തെ കണ്ടത് കാണാൻ കൊറിയൻ എന്താ ഇവിടുത്തെ കൊറിയൻ പിന്നെന്താ. അപ്പൊ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വിശേഷങ്ങൾ ഞങ്ങളെ പെരുന്നാളിന്റെ 2ാം പെരുന്നാളിന്റെ വിശേഷങ്ങൾ ഇതുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഇങ്ങനത്തെ ഒരു പെരുന്നാൾ. 2ാം പെരുന്നാൾ കുട്ടിയെ സ്ഥലം വിട്ടിട്ടുണ്ടാവും. പൊടിക്ക് കാണല്ലോ അല്ലേ എല്ലാ പെരുന്നാൾക്കും. ഞാൻ വന്ന മുതലിട്ടാ ഫസ്റ്റ് ഒന്നും നിങ്ങളില്ലാത്ത ഞങ്ങൾ സ്വന്തം വീട് ആയതിന്റെ ശേഷം ആദ്യമായിട്ടാണ് നിങ്ങൾ വേറെ ആയതിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ പോവാത്തൊരു പെരുന്നാള്. ഒരു പ്ലാനിങ് ഇല്ലാത്ത പെരുന്നാള്. അത് കുഴപ്പമില്ല. അല്ലെന്നില്ല നമുക്ക് നമുക്ക് അസുഖവും കാര്യങ്ങളൊന്നും സമാധാനം ഉണ്ട്. പോയിട്ടില്ലല്ലോ എന്നുള്ളത്. ചിലപ്പം ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നിരിഞ്ഞാണ് പോരും. നോക്കട്ടെ, സാഹചര്യമൊക്കെ നോക്കിയാണ്ട് കിടന്നിരിഞ്ഞാണ് പോരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമന്റ് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ.